കുറച്ച് ദിവസമായിട്ട് യാതൊരു വിവരമില്ലാത്തൊരു വ്യക്തി തിരിച്ചു വരുന്നു. അപ്പോൾ എല്ലാവരെയും വിശ്വസിപ്പിക്കുക, ഞാൻ വരില്ല എന്ന് വിശ്വസിക്കുന്നിടത്താണ് അവനെത്തുന്നത് എമ്പുരാൻ. അപ്പം ഇന്നലെ തന്നെ ലാലേട്ടൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തെ വാചകങ്ങളാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും നിൽക്കാത്ത സമയത്ത് അവൻ വരില്ല എന്ന് എല്ലാവരും ഉറച്ചിരിക്കുന്ന സമയത്ത് അവനെത്തും. അതാണ് എമ്പുരാൻ. അപ്പോൾ കുറച്ച് നാളായിട്ട് മലയാളത്തിലെ യൂട്യൂബ് ചാനലുകളായാലും പ്രേക്ഷകരായാലും എമ്പുരാൻ എത്തുമോ എത്തില്ലേ, അവനെത്തില്ലേ എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ലാലേട്ടനെ ഡീഗ്രേഡ് ചെയ്യുന്നവരെല്ലാവരും ഇതിന് ഓവർഫൈ ഫ്ലൈറ്റ് വിറ്റില്ല, OTT വിറ്റില്ല, കണ്ടവരെല്ലാം മോശം അഭിപ്രായം പറഞ്ഞു, അതുകൊണ്ട് എമ്പുരാൻ മാറ്റിവിറ്റു, ലൈക്ക പിന്മാറി, എന്തൊക്കെ വാദങ്ങളായിരുന്നു. അവസാനം പവനായി ശവമായ അവസ്ഥയിലാണിപ്പോൾ. 2025 മാർച്ച് 27 തന്നെ നിശ്ചയമായിട്ട് എമ്പുരാൻ എത്തും എന്ന് തന്നെയാണ് നമുക്കറിയാൻ പറ്റുന്നത്. അതിൻ്റെ അപ്ഡേറ്റ് ഒന്നും 2 ആഴ്ചയായിട്ട് യാതൊന്നുമില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു റിലീഫ് ഡേറ്റോടെ വയ്ക്കുന്നു, ഒരു പ്രൊമോഷനും ഇല്ല, ഒരു പോസ്റ്ററും ഇല്ല, ഒന്നുമില്ല. എന്തിനാ വേറെ പ്രൊമോഷനും പോസ്റ്ററും ഒക്കെ? ഈ 2 ആഴ്ചക്കാലം മതിയല്ലേ? കാരണം ആദ്യമേയൊക്കെ എമ്പുരാൻ്റെ ടീസർ ഇറങ്ങിയില്ല, അതിനുശേഷം ട്രെയിലർ വന്നില്ല. ട്രെയിലർ എത്തുമോ എത്തില്ലേ എന്നുള്ള സങ്കടത്തിലായിരുന്നു പലരും. പിന്നെ ലൈക്ക പിന്മാറി എന്ന് പറയുന്നു. ലൈക്ക പിന്മാറിക്കഴിഞ്ഞാൽ വേറെ ആളിനെ തിരക്കുന്നു, ആശീർവാദ്. അതിനുശേഷം വീണ്ടും റിലീഫ് ഡേറ്റ് മാറ്റിവെച്ചു. അത് പടിപടിയായിട്ടുള്ളൊരു കടമ. എനിക്ക് തോന്നുന്നു മിക്കവാറും യൂട്യൂബ് ചാനലുകളെല്ലാം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ എമ്പുരാൻ എത്തുമോ എത്തില്ലയോ എന്നുള്ളതാണ് ചോദ്യചിഹ്നമായിട്ട്. പലരും തുടർച്ചയായിട്ട് വീഡിയോകൾ തന്നെ ഇട്ടുകൊണ്ടിരുന്നു. നമ്മൾ തന്നെ ഏകദേശം 2-3 വീഡിയോ ഇട്ടു. തുടർച്ചയായിട്ടുള്ള വീഡിയോകൾ വരുന്നു. മാധ്യമങ്ങൾ തന്നെ, മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ തന്നെ തുടർച്ചയായിട്ട് 3-4 വീഡിയോകൾ ദിനം പ്രതി ഇട്ടത് നമ്മൾ കണ്ടു. കാര്യം എമ്പുരാൻ എന്ത് സംഭവിച്ചു, എമ്പുരാൻ എത്തുമോ എത്തില്ലയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അണിയറ രഹസ്യങ്ങളും ഒക്കെ ആയിട്ട് അവരറിയുന്ന കാര്യങ്ങളെല്ലാം തുടർച്ചയായിട്ട് വീഡിയോ ഇട്ടു. ഇതെല്ലാം കാണാൻ വേണ്ടി ആകാംക്ഷയോട് ആൾക്കാർ കാത്തിരുന്നു എന്നുള്ളതാണ് വേറൊരു സത്യം. ഏതായാലും അവസാനം അവരെത്തിയിരിക്കുകയാണ്. ലാലേട്ടൻ 2 ദിവസം കൂടെയുണ്ട് ഷൂട്ടിങ്. ഹൃദയപൂർവ്വം സത്യനന്ദിക്കാണ്ട് ചിത്രത്തിന് ഷൂട്ടിങ് 2 ദിവസമുണ്ട്. അതിന് ശേഷമേ ലാലേട്ടൻ എത്തത്തുള്ളൂ. കൊച്ചിയിലെത്തിയിട്ടുണ്ട്, ചെന്നൈയിലെത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അപ്പം പൃഥ്വിരാജ് 2 ദിവസത്തിനുള്ളിൽ ലാലേട്ടൻ എത്തും. അങ്ങനെ എൻ്റെ പ്രൊമോഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ന്യൂയോർക്കിൽ 16-ാം തീയതി ഒരു പ്രൊമോഷൻ്റെ ഭാഗമായി ഒരു ഫംഗ്ഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ ഇതിനിടയിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ട്രെയിലർ എന്നെത്തും എന്നുള്ള അറിയാനുള്ള ആകാംക്ഷയുള്ള കാത്തിരിപ്പാണ് എല്ലാവരും. ഇനി ട്രെയിലർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആകാംക്ഷയോട് ഒരു വശത്ത് ആൾക്കാർ. ഏതായാലും വേറെ പ്രൊമോഷൻ എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നത്. പ്രൊമോഷൻ ഇല്ലേ എന്ന് ചോദിച്ചു. വേറെ പ്രൊമോഷൻ എന്താ? കാരണം 2 ആഴ്ചയായിട്ട് നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എമ്പുരാൻ എത്തുമോ ഇല്ല. എനിക്ക് തോന്നുന്നു ഇത് പൃഥ്വിരാജ് അവരുടെ ടീം ഉണ്ടാക്കി വെച്ചൊരു ഫേക്ക് ന്യൂസ് പോലെ എനിക്ക് തോന്നുന്നു. കാരണം ഈ ലൈക്ക പിന്മാറുന്നു, മറ്റേത് പിന്മാറുന്നു, അങ്ങനെ അത് മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു, അതൊരു വലിയൊരു ചർച്ചാ വിഷയമാകുന്നു. അപ്പോൾ എമ്പുരാൻ്റെ പോസ്റ്റർ ഇറങ്ങിയില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം എമ്പുരാനെ പറ്റി തന്നെയായിരുന്നു. അതല്ലേ വേണ്ടത്. എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ കിട്ടാവുന്നതിനേക്കാൾ മൈലേജ് ഈ കുറച്ച് ദിവസം കൊണ്ട് അതിനുണ്ടായി എന്നുള്ള. ഇനിയൊരു പോസ്റ്റർ ഇറക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ ട്രെയിലർ വന്നു കഴിയുമ്പോഴത്തേന് വീണ്ടും ഒരു ഓളം സൃഷ്ടിക്കും. ഇനിയും 2 ആഴ്ച സമയമുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ നിശ്ചയമായിട്ടും പടിപടിയായിട്ട് പോസ്റ്ററുകളും ട്രെയിലറും ഒക്കെ ആയിട്ട് എമ്പുരാൻ തിളങ്ങും എന്ന് തന്നെ തോന്നുന്നു. കാരണം ലാലേട്ടൻ്റെയും അതുപോലെ പൃഥ്വിരാജിൻ്റെയൊക്കെ ഇൻ്റർവ്യൂ തുടർച്ചയായിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വരാൻ സാധ്യതയുണ്ട്. അതുപോലെ പല സ്ഥലങ്ങളിലും ഹൈദരാബാദ്, വിശാഖപട്ടണം, അങ്ങനെ വേണ്ട ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച്, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലെ പല സ്ഥലങ്ങളിൽ വെച്ച് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇവർ സംഘടിപ്പിക്കുവാനും ഫംഗ്ഷനുകൾ സംഘടിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാം. പിന്നെ കിട്ടുന്ന വിവരമനുസരിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പം പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ള യാതൊരുവിധ ഫംഗ്ഷനുമില്ല. കാര്യം പെരുന്നാൾ ഈ നോയമ്പ് ദിനമാണ്. അപ്പോൾ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടത്താൻ പറ്റില്ല.
അതുകൊണ്ട് ചിത്രം റിലീഫ് ആയതിനു ശേഷം പെരുന്നാൾ ദിനത്തിൽ മിക്കവാറും അവിടെയും പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇവരെ ഒന്നിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എല്ലാം തെളിഞ്ഞു വരികയാണ്, ഒരു വശത്ത് നിന്ന് തെളിഞ്ഞു വരികയാണ്. അപ്പം എമ്പുരാൻ ഇറങ്ങത്തില്ല, എമ്പുരാൻ പൊട്ടിപ്പോയി, കാരണം എമ്പുരാൻ കണ്ട് ലൈക്കിക്ക് ഇഷ്ടപ്പെട്ടില്ല, എമ്പുരാനെ തള്ളി എന്ന് പറഞ്ഞവരൊക്കെ എവിടെ പോയി ഒളിച്ചോ എന്തോ എനിക്കറിയില്ല. ഏതായാലും സത്യം പറഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു, മാർച്ച് 27 എന്ന് പറയുന്ന ഡേറ്റ് ഉണ്ടെങ്കിൽ എമ്പുരാൻ എത്താനാണ് സാധ്യത. കാരണം പൃഥ്വിരാജും ആൻ്റണി പെരുമ്പാവൂരിലൊക്കെ കൃത്യമായിട്ട് അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് അപ്പം ഒരുപക്ഷെ പല ബിസിനസ് പ്രശ്നങ്ങളും കാണുമായിരിക്കാം. ലൈക്കയെ സംബന്ധിച്ച് ലൈക്കയുടെ തുടർച്ചയായിട്ടുള്ള പടങ്ങൾ പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്കയും തിയേറ്ററുകാരും അല്ലെങ്കിൽ വിതരണക്കാരും ഒക്കെ തമ്മിൽ ചില എഗ്രിമെൻ്റ് ഉണ്ട്. കഴിഞ്ഞ പടങ്ങളിലേക്ക് നഷ്ടം നികത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഏറ്റവും എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് ഇറങ്ങിയ എല്ലാ ചിത്രങ്ങളും പരാജയപ്പെട്ടു. ഇനി അവർക്കുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എമ്പുരാനാണ്. അതിലൂടെ കൃത്യമായി കിട്ടേണ്ട വിവരങ്ങളെല്ലാം ചോദിച്ചു മേടിക്കുക എന്നുള്ള തന്ത്രമാണ്. അതിനിടയിൽ പറയുന്നുണ്ട് OTT അവകാശം അവർ 90 കോടി രൂപ ചോദിച്ചു, അതല്പം കൂടിപ്പോയി എന്നുള്ള രീതിയിലുള്ള വാദങ്ങൾ വന്നു. അപ്പോൾ എന്ത് തന്നെ ആയാലും ലൈക്ക പിന്മാറിയോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ലൈക്ക പോയാൽ വേറെ ലൈക്ക വരുമല്ലേ, അതേ ഉള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ആൻ്റണി പെരുമ്പാവൂർ എങ്ങനെ ഇറക്കും ആ ചിത്രം, മാർച്ച് 27 തന്നെ ഇറക്കും എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പം തിയേറ്റർ ഉടമകളിൽ നിന്നും നമ്മൾ സംസാരിച്ചതിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് അവർ മാർച്ച് 27 എന്ന് പറയുന്ന ഡേറ്റ് എമ്പുരാന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം വേറെ ചിത്രങ്ങളൊന്നും എടുക്കുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് യാതൊരുവിധ അറിയിപ്പുകളും കിട്ടിയിട്ടില്ല. എമ്പുരാൻ മാറ്റി വെക്കുന്നതായിട്ട് യാതൊരു അറിയിപ്പും കിട്ടുന്നില്ല. അടുത്ത ആഴ്ച തന്നെ മിക്കവാറും ടിക്കറ്റ് വിൽപ്പനയും തുടങ്ങും എന്നാണ് അവരിൽ നിന്ന് അറിയാൻ പറ്റുന്നത്. പിന്നെ എവിടെയാണ് പ്രശ്നം എന്നറിയില്ല. പിന്നെ ഒരു പടം, ഒരു വൺ ബഡ്ജറ്റിലുള്ള ഒരു പടമാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും കാണും. ആ പ്രശ്നങ്ങളൊക്കെ ഒന്നും ഇല്ലാതെ ഒരു ചിത്രങ്ങളും അണിയറയിൽ. പിന്നെ എമ്പുരാനെ പറ്റി നമ്മളിങ്ങനെ ചെറിയ വാർത്തകളൊക്കെ ഭയങ്കര പൊടുപ്പും തങ്ങലും വെച്ച് കേൾക്കുന്നത് എന്ന് പറയുന്നത്, എമ്പുരാൻ ഒരു വലിയ ചിത്രമാണ്. എമ്പുരാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. എമ്പുരാൻ എന്ന് പറഞ്ഞ് ലാലേട്ടൻ്റെ ഒരു പടം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞില്ലെങ്കിലും യൂട്യൂബ് ചാനൽ വ്യൂസ് കയറും എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് എമ്പുരാന് വേണ്ടി ഇത്തരം വാർത്താ പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ നിങ്ങൾ വിചാരിക്കുക. കാര്യം ഞാനതാണ് പറഞ്ഞത്, ഈ 2 ആഴ്ചക്കാലം പ്രൊമോഷൻ്റെ ഭാഗമായി ഒരു പോസ്റ്ററും ഇറക്കിയില്ല, ഒരു ട്രെയിലറും വന്നില്ല. എന്നിട്ട് പോലും ഈ കാലയളവിലെല്ലാം തന്നെ നമ്മൾ നിരന്തരം എനിക്ക് തോന്നുന്നു ഒരു 10 15 ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രമുഖ മാധ്യമം തുടർച്ചയായിട്ട് 3 4 5 വീഡിയോകൾ നിരന്തരമായ ഒരേ ദിവസം ഇട്ടുകൊണ്ടിരുന്നു എന്നുള്ള. അപ്പോൾ അവർക്ക് വ്യൂസ് കിട്ടുന്നുള്ളത് കൊണ്ടാണ് അവർ വീഡിയോകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇടുന്നതല്ലേ. അല്ലെങ്കിൽ അങ്ങനെ വീഡിയോ എടുത്തില്ല, വ്യൂസ് കുറവാണെങ്കിൽ വീഡിയോ എടുത്തില്ല. പക്ഷേ അതാണ് എമ്പുരാനുള്ള ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ അതാണ്, അത് മനസ്സിലാക്കുക. അതുപോലെ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് വാർത്തകളുണ്ടായാലും, ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ചാനൽ ഇടുന്നുണ്ടെങ്കിലും നമ്മൾ എമ്പുരാനെ പറ്റി ഏതെങ്കിലും വാർത്തയുണ്ടെങ്കിൽ ഏത് ചാനലായാലും നമ്മൾ കാണും, എന്താണ് പറയുന്നതെന്ന് അറിയാൻ. ചില അതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ചിരി വരും, എന്നാലും നമ്മൾ കാണും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തികളും എമ്പുരാനെ പറ്റി എന്തെങ്കിലും വിശേഷമുണ്ടോ എന്നറിയാൻ വേണ്ടി പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബർമാരും കാത്തിരിപ്പുണ്ട്. എന്നാൽ 100% ഉറപ്പിച്ചോളൂ, എമ്പുരാൻ മാർച്ച് 27 തന്നെ എത്തും. ഇനി അടുത്ത ആഴ്ച എനിക്ക് തോന്നുന്നു എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളുടെ ഒരു പ്രളയമായിരിക്കാം. ഇതിനിടയിൽ മാർച്ച് 20 നമ്മുടെ ലൂസിഫർ ആദ്യ ഭാഗം എത്തുന്നുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങളിലാണ് തിയേറ്റർ ഉടമകൾ. അതിനുശേഷം അവനെത്തും, എമ്പുരാൻ അവൻ റെഡിയാണ്. ഇനി നിങ്ങളെ കാണാൻ, നിങ്ങൾക്ക് വേണ്ടി അവനെത്തുന്നു എന്നും മാത്രം ഈ ഓഫർ ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.